നമസ്കാരം. നാളെ ജൂൺ 27 വെള്ളിയാഴ്ചയാണ്. നാളത്തെ ദിവസം ഞാൻ ഈ പരാമർശിക്കുന്നതായ രാശിക്കാർക്ക്, നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അത് പലവിധ കാരണങ്ങൾ കൊണ്ടാണ്. തിരിച്ചറിയാൻ സാധിക്കാത്തതും എന്നാൽ ശ്രദ്ധയോടെ നീങ്ങിയാൽ ഗുണകരമായി മാറാവുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ ദിവസമാക്കുന്നു. എന്നാൽ ഇതെല്ലാം തടയുന്നതായ ചില ദോഷകരമായ കാര്യങ്ങളും സംഭവിക്കാം. ഇതെല്ലാം ഈ വീഡിയോയിലൂടെ കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അതിന് പ്രതിവിധിയായി ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ചും നാളത്തെ ദിവസം അതിരാവിലെ ചെയ്യേണ്ടതായ ആ കാര്യത്തെക്കുറിച്ചും മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക, സമ്പത്തിന്റെ അധിപയെ വന്ദിക്കുക. ഓ മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നാളുകാർ. ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളത്തെ ദിവസം കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാവുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ചില അനാവശ്യമായ അല്ലെങ്കിൽ ആവശ്യമില്ലാത്തതായ ചില ചിന്തകൾ കടന്നു വരാം. പിന്നീട് ആ ചിന്തകൾക്ക് പ്രാധാന്യമില്ല എന്ന് തിരിച്ചറിയാം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില വിഷമങ്ങൾ വന്നു ചേരാം. അതിനാൽ അത്തരം ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കി ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോകേണ്ടതായ ദിവസമാണ്. ആരോപണങ്ങൾ ഉയരുകയും എന്നാൽ ആരോപണങ്ങളുടെ മുന ഒടിക്കുവാൻ സാധിക്കുന്ന ദിവസമായി മാറാം. അതിനാൽ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കേണ്ടതായ സാഹചര്യമില്ല. ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും തരണം ചെയ്യാൻ സാധിക്കുന്ന ഒരു ദിവസം തന്നെയാണ് മുൻപിലുള്ളത്. സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാകാം. പ്രതീക്ഷിക്കുന്നതായ ധനം പല കാര്യങ്ങളിലൂടെയും കൈകളിലേക്ക് വന്നു ചേരാം. സഹായമാകാം, പ്രതീക്ഷിക്കുന്ന ധനമാകാം, അല്ലെങ്കിൽ ലാഭമായി വന്നു ചേരുന്ന ധനമാകാം. പല വഴികളിലൂടെയും ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ തന്നെയാണ് വന്നു ചേരുക. എന്നാൽ ധനപരമായ ചെലവ് വർദ്ധിക്കുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സഹായങ്ങൾ ലഭിക്കുക, അവരെ സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ അനാവശ്യമായ ആരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. അത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന ഒരു ദിവസം തന്നെയാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ദീർഘനാളായി കാണാതിരുന്ന ചില വ്യക്തികളെ കണ്ടുമുട്ടുവാൻ സാധിച്ചു എന്ന് വരാം. കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. എന്നിരുന്നാലും സാമ്പത്തിക കാര്യങ്ങളിൽ അല്പമൊരു ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. പല കാര്യങ്ങളിലും വിജയങ്ങൾ, അത് പരീക്ഷയാകാം, അഭിമുഖമാകാം, ചെയ്യുന്ന പ്രവൃത്തികളാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിരായി നിന്ന ചില കാര്യങ്ങളിൽ വിജയം നേടുന്നതാകാം. ഇത്തരത്തിൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും വിജയങ്ങൾ പോലും നേടിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസം അനുകൂലമാണ് ഈ ദിവസം. ഇന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായ ഒരു കാര്യം സമ്പത്തിന്റെ അധിപയായ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുക എന്നതാണ്. ഇന്ന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ്. അതിനാൽ അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ മഹാലക്ഷ്മി ദേവിക്ക് വിളക്ക് തെളിയിച്ച് സാധിക്കുന്നവരാണ് എങ്കിൽ മഹാലക്ഷ്മി ദേവിക്ക് പുഷ്പങ്ങൾ അർപ്പിക്കുക. അതോടൊപ്പം മധുര പലഹാരങ്ങളോ ഫലങ്ങളോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഇതിനൊന്നും സാധിക്കുന്നില്ല എങ്കിൽ മഹാലക്ഷ്മി മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കുക. അതോടൊപ്പം നെയ്വിളക്ക് കൂടി തെളിയിക്കുവാൻ ശ്രദ്ധിക്കണം. ആ നെയ്വിളക്ക് 5 തിരിയിട്ട ഭദ്രദീപമാണ് എങ്കിൽ ഇരട്ടി ഫലദായകമാണ്. കന്നിരാശി. കന്നിരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രം, അത്തം, ചിത്തിര എന്നീ നാളുകാർ. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായ സാഹചര്യമാണ് ഉള്ളത്. ഇന്നേ ദിവസം ചില ആലോചനകൾ വർദ്ധിച്ചു എന്ന് വരാം. ചിന്തിച്ച് കാട് കയറുന്നതായ സാഹചര്യം. അതിനാൽ അത്തരം കാര്യങ്ങൾക്ക് വശംവദരാകരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. പോസിറ്റീവായി തന്നെ ചിന്തിക്കുക. ഇഷ്ടദേവതാ മന്ത്രങ്ങൾ, മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുക.
എന്നാൽ സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്ര അനുകൂലമല്ല എന്നതാണ് വാസ്തവം. അത്തരത്തിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ധനം ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അല്പം ആദി ഉണ്ടാകുന്നതായ ഒരു സമയമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ചില പ്രവർത്തികൾ ചെയ്യുന്നത് മൂലമോ സഹായമായോ അല്ലെങ്കിൽ ചില പ്രതിവിധികൾ ചിന്തിച്ച് അത്തരം ചില കാര്യങ്ങൾ വന്ന് ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. കടബാധ്യതകളാണ് എങ്കിലും അല്പം സമയം നീട്ടി കിട്ടുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. തർക്കങ്ങൾ ഉണ്ടായാൽ പോലും പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമാണ്. യാത്രകൾ ചെയ്യേണ്ടതായി വരാം. പുതിയ ചില കാര്യങ്ങൾ ചെയ്യണം, ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന വ്യക്തികൾ കൂടിയാണ് നിങ്ങൾ. അതിന് സാധിക്കുന്നതായ ഒരു സാഹചര്യം വന്നു ചേരാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ഒന്ന് ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും എങ്കിലും ചില മാനസിക വിഷമങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കും. പുതിയ ജോലിയെപ്പറ്റി ചിന്തിക്കുന്നതായ സാഹചര്യം പോലും വന്നു ചേരാം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില ഉപദേശങ്ങൾ സ്വീകരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. ഇന്നേ ദിവസം അല്പം ഒന്ന് മുൻകോപം നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാൻ അത് കാരണമായി തീരാവുന്നതുമാണ്. കൂടാതെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ രീതിയിൽ നിറവേറ്റുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമാകുന്ന ഒരു ദിവസമാണ്. സഹായങ്ങളാണ് എങ്കിലും ലഭിക്കാവുന്നതായ ഒരു ദിവസം. ശുഭവാർത്തകൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ ഒരു ദിവസമാണ്. ഇന്നേ ദിവസം ദേവിക്ക് മധുരപലഹാരങ്ങൾ, ഫലങ്ങൾ, പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് സർവ്വ ഐശ്വര്യം ആ ഭവനങ്ങളിലേക്ക് കൊണ്ടുവരും എന്നാണ് പറയുക. സാധിക്കുന്നതായ വസ്തുക്കൾ ദേവിക്ക് സമർപ്പിച്ച് ഇന്നേ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രഥമമായും ചെയ്യേണ്ടത് മഹാലക്ഷ്മി മന്ത്രങ്ങൾ ഇന്നേ ദിവസം ജപിക്കുക എന്നുള്ളതാണ്. 5 തിരിയിട്ട ഭദ്രദീപം, അതും നെയ്വിളക്ക് തന്നെ തെളിയിക്കുകയാണ് എങ്കിൽ അത് ഇരട്ടി ഫലം ഇന്നേ ദിവസം നിങ്ങൾക്ക് നൽകും. അമ്മയുടെ അനുഗ്രഹത്താൽ ഇന്നേ ദിവസം കൂടുതൽ അനുകൂലമായി തീരും. ധനുരാശി. ധനുരാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു ദിവസം തന്നെയായിരിക്കും. അത്തരത്തിൽ തുടരുവാൻ സാധിക്കും. കൂടാതെ അത് വിജയങ്ങളും നേട്ടങ്ങളും നിങ്ങൾക്ക് നൽകാം. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കുക, സൗഹൃദങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലൂടെയും ധനയോഗം വന്നു ചേരാം. അത് ലോട്ടറിയാകാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തതായ ലാഭമാകാം, ലഭിക്കേണ്ട ധനമാകാം, സഹായമാകാം. ഇത്തരത്തിൽ പല വഴികളിലൂടെയും ധനം നിങ്ങൾക്ക് ലഭിക്കാം. ഇന്നേ ദിവസം കൂടുതൽ സമയം തൊഴിലുമായി ചെലവഴിക്കുവാൻ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പ്രണയികൾക്കും അനുകൂലമാണ് ദിവസം. തൊഴിലുമായി ബന്ധപ്പെട്ട് അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, സഹായം ലഭിക്കുക, അവരെ തിരിച്ച് സഹായിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതായ സമയമാണ്. ചില ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ നൽകുവാൻ പോലും സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥത ഇല്ലാത്തതായ ചില സാഹചര്യങ്ങളുണ്ട്. ചില തർക്കങ്ങളോ വിഷമകരമായ സാഹചര്യങ്ങളോ ഉണ്ട്. അതെല്ലാം ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ അല്ലെങ്കിൽ അതെല്ലാം മറന്ന് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ദിവസമായി തന്നെ മാറാം. പല കാര്യങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അത് സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നിങ്ങളെ കരകയറ്റുന്നതായി തോന്നാം, അല്ലെങ്കിൽ അത്തരം ഫലങ്ങളാണ് വന്നു ചേരുക. എന്നാൽ ചിന്തിക്കാതെ ഒരു കാര്യവും പ്രവർത്തിക്കരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയമാക്കുന്നു. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം കൈവരിക്കുവാൻ സാധിക്കും. ധനയോഗത്തിനുള്ള അവസരങ്ങളും ജീവിതത്തിലുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം ശുഭകരമാണ്. ശുഭവാർത്തകളും സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. എന്നാൽ യാത്രകൾ ചെയ്യാനുള്ള സാധ്യത ഇന്നേ ദിവസം കൂടുതലാകുന്നു. ഇന്നേ ദിവസം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ലക്ഷ്മി നാരായണന്മാരെ ആരാധിക്കുകയും മഹാലക്ഷ്മിക്ക് പുഷ്പങ്ങൾ, ഫലങ്ങൾ, മധുരപലഹാരങ്ങൾ നൽകി പ്രാർത്ഥിക്കുന്നതും മഹാലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇന്നേ ദിവസം അതിരാവിലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമം. ഏവരും ഇന്നേ ദിവസം അമ്മയുടെ മന്ത്രങ്ങൾ ജപിച്ച്
അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നതും കൂടുതൽ ഉത്തമം തന്നെയാകുന്നു. വൃശ്ചികം രാശി. വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് വിശാഖം, അവസാന കാൽഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നാളുകാർ. ഇന്നേ ദിവസം പൊതുവിൽ അനുകൂലമാണ് കാര്യങ്ങൾ. എന്നാൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ പല വ്യക്തികളുമായി അഭിപ്രായ ഭിന്നതകൾ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കണം. യാത്രകൾ അനുകൂലമായി തീരാം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. കൂടാതെ ഇന്നേ ദിവസം ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലൂടെയും ധനം കൈവശം വന്നു ചേരാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടതായ കാര്യം ചെലവ് ഇന്നേ ദിവസം വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ചെലവ് വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അപ്രതീക്ഷിത നേട്ടങ്ങൾ വന്നു ചേരാം. ജീവിത പങ്കാളിയുമായും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും എങ്കിലും മുന്നിട്ടിറങ്ങുന്നതിലൂടെ അത് പരിഹരിക്കുവാൻ സാധിക്കും. യുക്തിപൂർവമായി ഇടപെടാൻ സാധിക്കും. അതിനാൽ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും സഹപ്രവർത്തകരുടേതാണ് എങ്കിലും മറ്റു വ്യക്തികളുടേതാണ് എങ്കിലും അവരോടൊപ്പം ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ സാധിക്കും. തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. അത് കൃത്യമായി തീരുവാനുള്ള സാധ്യത കൂടുതലാണ്. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായ ഒരു ദിവസം കൂടിയായിരിക്കും. ധനയോഗത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്. സുഹൃത്തുക്കളുടെ പല ആവശ്യങ്ങളും നിവർത്തിച്ചു കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും തിരിച്ച് സഹായം ലഭിക്കാവുന്നതാണ്. പ്രണയികൾക്ക് അനുകൂലമായ സമയം തന്നെയാകുന്നു. സാമ്പത്തിക നഷ്ടം ചില വ്യക്തികളെ അമിതമായി വിശ്വസിക്കുന്നത് മൂലമോ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് മൂലമോ സംഭവിക്കാവുന്നതാണ്. ആത്മാർത്ഥമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വിജയത്തിൽ എത്തുന്നതായ സാഹചര്യമുണ്ട്. ധനയോഗത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ് എങ്കിലും ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ഒരു കാര്യത്തിലും എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല. ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. നൽകിയിരിക്കുന്നതായ കടം തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ നൽകാനുള്ള പണം അതുമായി ബന്ധപ്പെട്ട് സമയം നീട്ടിക്കിട്ടുക, അല്പം ആശ്വാസം ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പൊതുവിൽ ഇന്നേ ദിവസം കാര്യങ്ങൾ അനുകൂലമാണ് എങ്കിലും ശ്രദ്ധയോടെ തന്നെ നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ തീർച്ചയായും നിങ്ങൾ ഭജിക്കേണ്ടതായ ദിവസമാണ്. അമ്മയെ ആരാധിക്കുന്നതിനോടൊപ്പം അമ്മയ്ക്ക് പുഷ്പങ്ങൾ അല്ലെങ്കിൽ മധുരപ്രഹാരങ്ങൾ, ഫലങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൂടുതൽ അനുകൂലമായി തീരും. കൂടാതെ ഇന്നേ ദിവസം 5 തിരിയിട്ട ഭദ്രദീപം തെളിയിക്കുന്നതും ലക്ഷ്മി മന്ത്രം ജപിക്കുന്നതും ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കൂടുതൽ അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സഹായകരമാണ്. ഏവരും ഇന്നേ ദിവസം മഹാലക്ഷ്മി ദേവിയെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോവുക.